ഇപ്പം നല്ല പ്ലസന്റ് വെതറാണ് കേട്ടോ ബഹ്റിനിൽ. ഈ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ നല്ല ചൂട് കാലത്തിന് വേണ്ടിയുള്ള വരവേൽപ്പാണ് ഈ മഴ. ഈ 2026 നിർബന്ധമായും പാലിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു റെസൊല്യൂഷനാണ് ഷുഗർ കട്ട്. പക്ഷെ റൈസ് കട്ട് പോലെ അത്ര എളുപ്പമല്ല അതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഈജിപ്ഷ്യൻ ഫ്രണ്ട് നാട്ടിൽ പോകുന്നത്. പോയപ്പോൾ എനിക്ക് തന്നതോ ഷുഗർ. അപ്പൊ ഈ ഷുഗർ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ, എന്നാ പിന്നെ അതിങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലേ. സോ യുവർ വാച്ചിങ് ഈസ് മീ ട്രൈങ് ടു മേക്ക് ഹോം മെയ്ഡ് വാക്സ്. പക്ഷെ സംഭവം എന്താ, ഈ പരിവം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിപ്പോയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവും മിൽക്കും ഇതിനിടയ്ക്ക് ആഡ് ചെയ്തായിരുന്നേ. അത് പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ കൺട്രോൾ അല്ലാത്ത പല കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഒരു സിറ്റുവേഷനിൽ ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയി നാട്ടിൽ പോകാൻ പറ്റാത്തവരോടും ഫിനാൻഷ്യലിയും അല്ലാതെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടും ഇവിടെ ഒറ്റക്കായിപ്പോയി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരോടൊക്കെ ആട്ടോ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണോ അതങ്ങ് വിട്ടു കളഞ്ഞേക്കണം. ഇനി നിങ്ങൾക്ക് ചിന്തിച്ചേ മതിയാകൂ വിട്ടു കളയാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങ് ബിസി ആക്കിയാൽ മതി. കണ്ടില്ലേ ഇതുപോലെ. ഭാഗ്യം എൻ്റെ വാക്സ് അടിപൊളിയായതുകൊണ്ട് ഒരു മുടി പോലും പറഞ്ഞു വന്നില്ല. പോന്നിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഐലാഷ് ഐബ്രോ ഒക്കെ കയ്യിൽ കണ്ടായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞു തന്നെ, സംടൈംസ് വി ഹാവ് ടു ലെറ്റ് തിങ്സ് ഹാപ്പൻ ടു സീ വാട്ട് ഗോഡ് പ്ലാൻസ് ആൻഡ് യു നോ ജസ്റ്റ് ബ്രീത്ത്, യു വിൽ ബി ഫൈൻ. പിന്നെന്താ, അപ്പം അത്രേ ഉള്ളൂ. ചൂസ് ബി സ്പെൽഡ്.